മടങ്ങി വരാം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. തിരുവനന്തപുരം മീഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഡി മണിയെ ചോദ്യം ചെയ്യാൻ, ദാവൂദ് മണിയെ ചോദ്യം ചെയ്യാൻ കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാലമുരുകന്റെ ഭാര്യയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഭിഭാഷകനൊപ്പമാണ് ഡി മണി വന്നത്, ഭാര്യയ്ക്കൊപ്പമാണ് ബാലമുരുകൻ വന്നത്. അപ്പോൾ ഡി മണിയും ബാലമുരുകനും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇനി വളരെ നിർണായകമായ കാര്യം. ലഭിച്ചില്ലെങ്കിൽ, അന്വേഷണത്തോട് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ലെങ്കിൽ SITയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അന്വേഷണ സംഘം, കൂടുതൽ സംഘങ്ങൾ അവിടേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ SIT വിപുലീകരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുകയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി. അപ്പോൾ ഡി മണിയിൽ നിന്നും ബാലമുരുകനിൽ നിന്നും നിർണായക വിവരങ്ങൾ SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയാണ്. ഡി മണിയുടെ ബന്ധങ്ങൾ, ഡി മണിയുടെ സാമ്പത്തിക വളർച്ച, കഴിഞ്ഞ 6 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ജിബിൻ JB ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ആരൊക്കെ ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്? ശരി, ജിബിനിലേക്ക് മടങ്ങി വരാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. SIT ചോദ്യം ചെയ്യുകയാണ് ദാവൂദ് മണി എന്ന ഡി മണിയിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ H വെങ്കടേഷ് കൂടി ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി. അപ്പോൾ ഡി മണിയിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ, വ്യവസായിയുടെ മൊഴി ശരിയാണോ, അതിലെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് SIT. ആര്യ, പ്രധാനപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഈഞ്ചക്കൽ SIT ഓഫീസിലേക്ക് നടക്കുന്നത്. അവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷാണ്. ഈ SITയുടെ തലവനാണ്. SITക്ക് മേൽനോട്ടം നൽകുന്നത് ക്രൈംബ്രാഞ്ച് മേധാവിയും ലോ ആൻഡ് ഓർഡർ ADGPയുമായ H വെങ്കടേഷാണ്. H വെങ്കടേഷിനെ ഈ അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള 2 SP-മാർ, SP S ശശിധരനും ഒപ്പം തന്നെ P ബിജോയും, രണ്ടുപേരും ചേർന്നാണ് അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് SIT ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നു. ഈ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള തലവൻ മുതൽ അതിന് നേതൃത്വം നൽകുന്ന 2 SP-മാരടക്കം എല്ലാ ഉദ്യോഗസ്ഥരും, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും SIT ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളിടത്ത് തന്നെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യൽ എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് രമേശ് ചെന്നിത്തലയും വ്യവസായം നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് കണ്ടെത്തിയിരിക്കുന്ന മണി എന്ന ഡി മണി എന്ന് സംശയിക്കുന്ന വ്യക്തി, അയാളുടെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ് ഈ ഘട്ടത്തിൽ എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് SIT ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയും വ്യവസായം നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ചില കഴമ്പുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ SITക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മണി എന്ന് പറയുന്ന MS മണിയെ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയൊരു വഴിത്തിരിവിലേക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നീങ്ങാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 2 പേരെയും, ഈ 2 സംശയിക്കുന്ന വ്യക്തികളെയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്തയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വളരെ വലിയ ഒരു വഴിത്തിരിവാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിരിക്കുന്നത്. ഏതായാലും ഈ ചോദ്യം ചെയ്യൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിലേക്കൊക്കെ ഉള്ള ഒരു വഴിത്തിരിവായി മാറുമോ? ഡി മണി എന്ന് പറയുന്ന, ദാവൂദ് മണി എന്ന് പറയുന്ന ആൾ തന്നെയാണോ ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ MS മണി എന്ന സുബ്രഹ്മണി? അയാൾ പറയുന്നത് പോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനപ്പുറം വലിയ ആൻറ്റി കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുള്ള ആളാണോ? രാജ്യാന്തര തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലിങ്കുള്ള കണ്ണിയാണോ ഡിണ്ടിഗലിലെ ഈ മണി എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളിലാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാണ്. നമ്മൾ കരുതിയതിനപ്പുറം വളരെ ഗൗരവത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന, അതിൻ്റെ ടീമിന് നേതൃത്വം നൽകുന്ന
ADGP തന്നെ നേരിട്ട് ഈ ചോദ്യം ചെയ്യലിന് എത്തുന്നു എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വളരെ അപൂർവം ഘട്ടങ്ങളിൽ, അതായത് പത്മകുമാറിൻ്റെയും ഒക്കെ അറസ്റ്റ് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ADGP ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒപ്പം ഈ ചോദ്യം ചെയ്യലിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മറ്റ് ഉദ്യോഗസ്ഥരെ ഒന്നും ചോദ്യം ചെയ്യുമ്പോൾ ADGP അങ്ങനെ വന്നിട്ടില്ല. കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ വ്യവസായി പറഞ്ഞ മൊഴി അതിനപ്പുറം ലിങ്ക് ചെയ്യാനുള്ള തെളിവുകൾ വേണ്ട. ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ നീങ്ങാൻ വേണമെങ്കിൽ കൃത്യമായ തെളിവുകൾ ഇതുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ഡി മണിയെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഇതുവരെ SITയുടെ കയ്യിലുണ്ടോ ഈ വ്യവസായിയുടെ മൊഴി എന്നതിനപ്പുറം? ആര്യ, ഈ ഡി മണിയുമായി ബന്ധപ്പെടുത്തി വ്യവസായം നൽകിയിരിക്കുന്ന മൊഴിയിലെ ചില വിശദാംശങ്ങൾ നമ്മൾക്ക് ലഭിച്ചത് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിട്ടുള്ളതാണ്. അതിലൊന്ന്, ഈ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത ഉരുപ്പടികൾ, സ്വർണ്ണ ഉരുപ്പടികൾ ഡി മണിക്ക് കൈമാറി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും ഡി മണിയുമായി ബന്ധപ്പെടുത്തി നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഡി മണി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ SIT ഇതിനകത്ത് രഹസ്യമായി അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഡി മണി തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുമായി ആരെങ്കിലുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റിനപ്പുറം വിഗ്രഹ ഇടപാടുകളോ അതല്ലെങ്കിൽ ആന്റിക് ബിസിനസ്സോ ഉണ്ടോ? അതാണ് ഇനി അറിയേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ 10 പേരാണ്, ഇന്നലത്തെ അറസ്റ്റോട് കൂടി 10 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആ 10 പേരിൽ ആരെങ്കിലുമായി ഡി മണിക്ക് ബന്ധമുണ്ടോ, ബാലമുരുകന് ബന്ധമുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡി മണിക്ക് അറിയാമോ? അങ്ങനെ കുറേ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘം ഡിണ്ടിഗലിലെത്തി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, കണ്ടിട്ടില്ല എന്നുള്ള നിലപാടാണ് അന്ന് ഡി മണിയും അതോടൊപ്പം തന്നെ ബാലമുരുകനും പറഞ്ഞിരുന്നത്. അപ്പോൾ SITയുടെ ചോദ്യം ചെയ്യലിൽ ആ മൊഴിയൊക്കെ മാറി മറിയുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ജിബിൻ JB കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം H വെങ്കടേഷ് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ നേരിട്ട് പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ മൊഴി, ഇവരിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് SIT. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണെന്ന്. കാരണം ഇന്ന് ചോദ്യം ചെയ്യാൻ ഇവിടെ ഈ അന്വേഷണ സംഘത്തിന്റെ SITയുടെ നേതൃത്വമുള്ള അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ ഇന്ന് നേരിട്ട് ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. 10:15 കൂടിയാണ് ഈ ബാലമുരുകനും ഡി മണിയും ഒക്കെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിയത്. അല്പസമയം മുൻപാണ് ADGP വെങ്കടേഷ് കൂടി ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. ഇയാൾ എത്തിയ സമയം, അതായത് ഡി മണി ഓഫീസിലെത്തിയ സമയത്ത് തന്നെ അയാളെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. ബാലമുരുകനെ DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ശശിധരന്റെ നേതൃത്വത്തിൽ ഡി മണി ചോദ്യം ചെയ്യുന്ന ആ മുറിയിലേക്കാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷ് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് നിർണായകമായ കുറേ വിവരങ്ങൾ ഈ ഡി മണിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അന്വേഷണ സംഘം ബലാലിലേക്ക് എത്തി ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ആദ്യ സമയത്ത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പോലും ഇയാൾ ഡി മണിയാണെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും തന്റെ പേര് MS സുബ്രഹ്മണ്യൻ തന്നെയാണ്, തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഡി മണി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇന്ന് അന്വേഷണം, അതായത് ഈ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെയാണ് ഡി മണി. കാരണം ഇയാളുടെ ഈ ഫോട്ടോയൊക്കെ പുറത്തു വന്ന സമയത്ത് അദ്ദേഹം അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡി മണി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന MS സുബ്രഹ്മണ്യൻ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇന്ന് അന്വേഷണ സംഘത്തിന് ഇയാളുടെ കൈവശത്തു നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ആൾ തന്നെ നേരിട്ടെത്തി ഇപ്പോൾ ഈ ഡി മണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ അനന്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇയാൾ ഈ തിരുവനന്തപുരത്തേക്ക് എത്തി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു, ഇയാളുടെ സിം ലൊക്കേഷൻ ഇവിടെ ഈ സ്ഥലത്ത് എന്തെങ്കിലും തിരുവനന്തപുരം മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇയാൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൂടി ഇയാളുടെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ഡി മണിയുടെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച്. ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന, പോപ്കോൺ വിറ്റ് നടന്നിരുന്ന ഒരാളൊക്കെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയധികം സാമ്പത്തിക വളർച്ച ഉണ്ടായത്? അത് കഴിഞ്ഞ 6 വർഷമാണ്. ആ 6 വർഷം എന്ന് പറയുമ്പോൾ 2019 മുതൽ ഇങ്ങോട്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അതേ ടൈം പീരീഡാണത്. തീർച്ചയായിട്ടും ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡിണ്ടിഗലിൽ നിന്ന് വന്നിരിക്കുന്ന മണിക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നമ്മൾ ഡിണ്ടിഗലിൽ, നമ്മുടെ മലപ്പുറം റിപ്പോർട്ടറായ അരുണാണ് അവിടെ പോയത്, ഡിണ്ടിഗലിൽ പോയി അന്വേഷണമൊക്കെ നടത്തിയത്. അപ്പോൾ അന്ന് അരുൺ സംസാരിക്കുമ്പോൾ അവിടുത്തെ ലോക്കലി ആൾക്കാരുമായിട്ട്, ഇയാളുമായി പരിചയമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് ഇയാൾക്ക് വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല, ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ വളരെ ഒരു 6-7 വർഷത്തിനിടയിൽ വളരെ വലിയ മാറ്റം അയാൾക്ക് സംഭവിച്ചു. അയാളൊരു വലിയ ഈ വസ്തു ഇടപാടുകാരനായി മാറുന്നു. അതിനു മുൻപ് ഇയാൾ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓട്ടോ മണി എന്നാണ് അയാളുടെ പേര്.
പിന്നീട് തിയേറ്ററിൽ പോപ്കോൺ വിൽക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. അപ്പോൾ പോപ്കോൺ മണി എന്ന പേര് ഇയാൾക്ക് വരുന്നു. ഇയാൾ ചില വഞ്ചനകൾ, അതായത് പറഞ്ഞു പറ്റിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഇയാൾക്ക് ചീറ്റിംഗ് മണി എന്നൊരു പേര് ഉണ്ടായിരുന്നു. പിന്നീട് ഇയാൾക്ക് ആഭരണങ്ങൾ, ഈ ഡയമണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടപാടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഡയമണ്ട് മണി എന്നൊരു പേര് കൂടി ഇയാൾക്കുണ്ട് എന്ന് വരുന്നു. പക്ഷേ ഇയാൾ സമ്മതിക്കാത്ത രണ്ട് പേര് ഡി മണി എന്നും ദാവൂദ് മണി എന്നുള്ള പേരാണ്. പക്ഷേ നമ്മൾക്ക് അറിയാം, ഈ വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ ആൻറ്റിക് ബിസിനസ് നടത്തുന്നവരുടെ ഇടയിൽ ഈ മണി അറിയപ്പെടുന്നത് ദാവൂദ് മണി എന്നാണ്. അയാളെ അങ്ങനെയാണ് അവർക്കൊക്കെ അറിയാവുന്നത് എന്നുള്ളതാണ്. അയാളുടെ ചുരുക്കപ്പേര് ഡി മണി എന്നുമാണ്. അതേ മണി തന്നെയാണ് ഡിണ്ടിഗലിലെ മണി എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് SITക്ക് മുന്നിൽ ആ വ്യവസായി. അപ്പോൾ ആ വ്യവസായി നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ SIT കഴിഞ്ഞ ദിവസമൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ മൊഴിയിൽ വസ്തുതയുണ്ടോ, ആ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, ആ മൊഴിയിൽ പറയുന്ന ആൾക്കാരുമായി ഡി മണിക്ക് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടോ, അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ പുറത്താണോ ഈ വ്യവസായിലേക്ക് ഈ വിവരം വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം SIT നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എന്തൊക്കെ വിവരങ്ങളാണ് ഈ കഴിഞ്ഞ 4-5 ദിവസം SIT ശേഖരിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ശരി, എന്തായാലും ഡി മണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കുറെ അധികം കാര്യങ്ങൾ ഡി മണിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനുള്ള വിവരങ്ങൾ അതിനുവേണ്ടി ഇപ്പോൾ H വെങ്കടേഷ് തന്നെ, ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. R അനന്തകൃഷ്ണനും S രാഗിനും ജിബിനുമാണ് വിവരങ്ങൾ നൽകിയത്.